ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഡോക്ടർ ട്രസ്റ്റിൻ്റെ ഒരു ഗ്ലൂക്കോ മോണിറ്ററെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് സംഭവം. ഡോക്ടർ ട്രസ്റ്റ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം. ISO സർട്ടിഫൈഡ് ആണ്. GDH FID ടെക്നോളജി, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ സ്പെക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കീട്ടോൺ വാണിംഗ്, alternate site testing, strip ejector, measurement modes, general, AC, PC, QC, phase symbol warning, reminder alarm. പിന്നെ ബാക്ക് ലൈറ്റ് സ്ക്രീനാണ് ഇതിന് വരുന്നത്. 5 സെക്കൻഡ് ടൈമാണ് മെഷറിങ് ടൈം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന് സ്ട്രിപ്പ് എജക്ടർ ഉണ്ട്. അതുപോലെ ലാർജ് മെമ്മറി സ്റ്റോറേജ് ആണ്. 1000ഓളം മെമ്മറി സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ടെസ്റ്റ് ലൈറ്റ് ഇൻഡിക്കേറ്റർ, നമ്മൾ ഈ സ്ട്രിപ്പ് ഇടുന്ന അഗ്രഭാഗത്ത് ടെസ്റ്റ് ലൈറ്റിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഭക്ഷണത്തിന് മുന്നും ഭക്ഷണത്തിന് ശേഷവും അങ്ങനെ തരംതിരിച്ച് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. 0.05 മതി, 0.5 ബ്ലഡിൻ്റെ അംശം മതി നമുക്ക് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം പ്രോഡക്റ്റ് എങ്ങനെയുണ്ടെന്ന്. പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു കേസിലാണ് ഇത് വരുന്നത്. കേസ് ഓപ്പൺ ചെയ്യുമ്പം നല്ല സിബോഡിയുള്ള കേസാണ്. കേസ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിനകത്താണ് പ്രോഡക്റ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ യൂണിറ്റ് മോണിറ്റർ. ഇത് സ്ട്രിപ്പ് വരുന്നതാണ്. ഇതിൻ്റെ കൂടെ വരുന്നത് 10 സ്ട്രിപ്പാണ്. ഇത് ലാൻസെറ്റ് മെഷീനാണ് നീഡിൽ ഉപയോഗിക്കുന്നത്. ഇത് ലാൻസെറ്റിൻ്റെ ഒരു സെപ്പറേറ്റ് ഹെഡും കൂടെ അവർ തന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഒരു 10 ലാൻസെറ്റ് നീഡിൽസ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഓക്കെ, ഇത്രയും പ്രോഡക്റ്റാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ കുറച്ച് പേപ്പർ വർക്കുകളും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഇത് അവരുടെ വാറണ്ടി കാർഡ്, ഇൻസ്ട്രക്ഷൻ മാനുവല്, പിന്നെ കുറേ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സമയം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്റ് ഇട്ടിട്ടൊക്കെ വായിച്ച് നോക്കാവുന്നതാണ്. കുറേ ബുക്ക്ലെറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് വായിച്ച് നോക്കിയാൽ നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ആദ്യമായിട്ട് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുവാണ്. ഇതിനകത്ത് 2 AAA സെല്ലാണ് വരുന്നത്. ഞാനത് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെറ്റ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ സെറ്റിംഗ് ബട്ടൺ. ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഓണായി വരും. അപ്പോൾ അന്നേരം നമുക്ക് ഇത് വർഷമാണ് കാണിക്കുന്നത്. വർഷം സെറ്റ് ചെയ്ത് കൊടുക്കാം. (2023) വീണ്ടും ആ ബട്ടണിൽ തന്നെ നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ ഞെക്കി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ മാസവും വർഷവും എല്ലാമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർഷം മാസം സെറ്റ് ചെയ്ത് കൊടുക്കാം. 4. വീണ്ടും അതേ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ 2. വീണ്ടും നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ചോദിക്കുന്നത് 12 മണിക്കൂറാണോ 24 മണിക്കൂറാണോ വേണ്ടതെന്നാണ്. അപ്പം നമുക്ക് 12 മണിക്കൂർ മതി. 12 മണിക്കൂർ കൊടുക്കുമ്പം ഇപ്പോൾ സമയമാണ് ചോദിക്കുന്നത്. സമയം ഇപ്പോഴത്തെ സമയം എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ചുമ്മാ 1 മണി വയ്ക്കുന്നുണ്ട്. അത് തന്നെ സെറ്റിംഗ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്തതിന് ശേഷം മിനിറ്റ് നമുക്ക് എത്രയാണോ വേണ്ടത്, ഇന്ന് അപ്പോഴത്തെ കറക്റ്റ് സമയം എത്രയാണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക.
വീണ്ടും സെറ്റിംഗ് ബട്ടണിൽ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ MGDL ഈ MMO ഇങ്ങനെ ഒരു ഓപ്ഷനാണ് വരുന്നത്. ഇത് നമ്മുടെ ഇവിടെ ഇല്ല, നമുക്ക് MGDL വേണ്ടത്. അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ടാണ്, അതായത് ഈ മെഷീൻ ഓൺ ആകുമ്പം ഒരു ബീപ്പ് സൗണ്ടാണ് ചോദിക്കുന്നത്, വേണോ വേണ്ടോ എന്ന്. വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം, വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ഓപ്ഷനിൽ വെച്ചിട്ട് മറ്റേ സെറ്റിംഗ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫായി പോകും. അപ്പം നമ്മൾ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഡിലീറ്റിങ്, ഇതിൻ്റെ മെമ്മറി ഡിലീറ്റ് ചെയ്യുന്ന കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മളിപ്പം നമുക്ക് സ്റ്റോറേജ് ഒന്നുമില്ല, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അവിടെ എസ് കൊടുക്കുന്നില്ല, നമ്മൾ നോ തന്നെ വെച്ചിട്ട് വീണ്ടും കൊടുക്കുകയാണ്, സെറ്റിങ്സിൽ കൊടുക്കുകയാണ്. പിന്നെ അലാറം ആണ്, അലാറം 4 അലാറമാണ് ഉള്ളത്. ഓരോ യൂസേഴ്സിനായിട്ട് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അലാറം വേണമെങ്കിൽ അലാറം 1 ഓൺ ചെയ്യാം, അതിനകത്ത് സമയം സെറ്റ് ചെയ്യാം. 12 AM കൊടുത്തു. അടുത്ത് രണ്ടാമത്തെ അലാറമാണ്. രണ്ടാമത്തെ അലാറം വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം, വേണമെങ്കിൽ ഓഫ് ചെയ്യാം, സെറ്റ് ചെയ്യാം. അവസാനം 3ാമത്തെ അലാറമാണ്. ഇതുപോലെയാണ് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, സെറ്റിംഗ് ഫുള്ള് കഴിഞ്ഞതിൻ്റെ. അപ്പോൾ നമ്മൾ ബാക്കിലെ ബാറ്ററി ലിഡ് ക്ലോസ് ചെയ്ത് പിടിക്കുകയാണ്, ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ലാൻസെറ്റ് എടുക്കുകയാണ് ആദ്യം. ലാൻസെറ്റ് എടുത്തതിന് ശേഷം ലാൻസെറ്റിൻ്റെ ക്യാപ്പ് തുറക്കുക. ഉണ്ടോ, ഇത് ലോക്കാണ്. ആരോ കാണുന്ന ഭാഗത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ ഊരിയെടുക്കാൻ പറ്റും. അതെടുത്തതിന് ശേഷം നമ്മൾ ലാൻസെറ്റിൽ നിന്നൊരു ലാൻസെറ്റ് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ലാൻസെറ്റ് എടുത്തു. ലാൻസെറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഹോൾഡറിനകത്തോട്ട് ഈ എഡ്ജും ഈ ഗ്യാപ്പിനകത്തോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചേർന്ന് വരുന്ന രീതിയിൽ പ്രസ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ കാണിക്കാം. ഇതിങ്ങനെ പ്രസ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അഗ്രഭാഗ ടിപ്പ് എടുത്ത് ഇതുപോലെ മാറ്റി വെക്കുക. ഇപ്പം നമുക്ക് കണ്ടോ, നീഡിൽ കാണാം. നീഡിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ഈ നീഡിലിൻ്റെ അഗ്രഭാഗത്ത് നമ്മുടെ കൈ കൊണ്ടോ വൃത്തിയില്ലാത്ത ഭാഗം കൊണ്ടോ തൊടരുത്. ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇനി നമ്മുടെ ബ്ലഡ് ഒന്ന് പരിശോധിച്ച് നോക്കാം ഈ മെഷീനിൽ. അപ്പം അതിനാദ്യമായിട്ട് നമ്മളൊരു സ്ട്രിപ്പ് എടുക്കുകയാണ്. സ്ട്രിപ്പ് എടുത്തതിന് ശേഷം സ്ട്രിപ്പ് ഇവിടെയാണ്, ഈ എഡ്ജിലാണ് നമ്മൾ ബ്ലഡ് വെക്കേണ്ടത്. ഈ സ്പോട്ട് കാണുന്ന ഭാഗത്ത്, ഈ ആരോ മാർക്ക് ഇങ്ങോട്ട് താഴോട്ട് കാണുന്ന ഭാഗത്ത് നമ്മൾ മെഷീനകത്തോട്ട് ഇടാനുള്ള ഭാഗം. അപ്പം നമ്മൾ മെഷീൻ എടുത്തതിന് ശേഷം, എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡോക്ടർ മോർപ്പൻ്റെ സ്ട്രിപ്പ് ഇടുന്ന ഭാഗം താഴ്ഭാഗമാണ്, ഇതിന് മേൽഭാഗമാണ്. അങ്ങനെ ഈ നമ്മുടെ ഈ ബ്രാൻഡുകളുടെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ, വേറെ എല്ലാം സെയിമാണ്. അപ്പം നമ്മൾ ഈ മെഷീൻ്റെ എഡ്ജിനകത്തോട്ട് സ്ട്രിപ്പ് ഇടുക. സ്ട്രിപ്പ് ഇടുമ്പം മെഷീൻ ഓണായി വരും. ഈ ചെക്ക് എന്നുള്ള ഓപ്ഷൻ വരുമ്പം നമുക്കിവിടെ ബ്ലഡ് വെച്ച് കൊടുക്കേണ്ട സമയമാണ്. അപ്പം നമുക്ക് ഇനിയിപ്പം ജനറലാണ് സാധാരണ രീതിയിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ, അതല്ല നമ്മൾ ഈ മെമ്മറി ബട്ടണിൽ നമ്മൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് മെയിൽ, അതുപോലെ ആഫ്റ്റർ മെയിൽ അങ്ങനെയെല്ലാം വരുന്നതാണ്. അപ്പം നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടത് അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആ മെഷർമെൻ്റ് ആയിരിക്കും അതിനകത്തോട്ട് കാണിക്കുന്നത്. ഞാനിപ്പം ജനറലിലാണ് വയ്ക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, സ്ട്രിപ്പ് ഇട്ടതിന് ശേഷം മെമ്മറി ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജനറൽ, അതുപോലെ പിന്നെ പോസ്റ്റ്, നമുക്ക് ആഫ്റ്റർ മീല്, ബിഫോർ മീല് അങ്ങനെയുള്ള ഓപ്ഷനിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഞാനിപ്പം ജനറലാണ് വെക്കുന്നത്. ജനറൽ വെച്ചതിന് ശേഷം ലാൻസെറ്റ്, നമ്മളൊരു ലാൻസെറ്റ് എടുത്തിട്ട് ലാൻസെറ്റ് ഏകദേശം നമുക്ക് എല്ലാം ഒരുപോലെയാണ് ഉപയോഗമുള്ളത്. പക്ഷേ അതിൻ്റെ ലോക്ക് നമ്മൾ ഓപ്പൺ ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കുക.
അതിനുശേഷം നമുക്കൊരു ലാൻസെറ്റിൻ്റെ നീഡിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ ലാൻസെറ്റിൻ്റെ ഈ ചെറിയ ഗ്യാപ്പ് കാണുന്നുണ്ടോ? ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ഇത് എടിച്ചതുപോലെ കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ അഗ്രഭാഗത്തുള്ള ടിപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് കളയണം. ഇപ്പം നമുക്ക് നീഡിൽ വ്യക്തമായിട്ട് കാണാം. ഈ നീഡിൽ നമ്മൾ വിരൽ കൊണ്ടോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഭാഗങ്ങൾ കൊണ്ടോ നമ്മളൊന്നും തുടരുത്. അതിനകത്ത് ഹൈജീനിക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ വിരൽ ടച്ച് ചെയ്യരുത്. കൈ വിരലുകളെല്ലാം സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം മാത്രം ബ്ലഡ് പരിശോധിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാനിതിൻ്റെ ക്യാപ്പ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ലോക്ക് ഇട്ടു. അതിനുശേഷം ഇത് നീഡിൽ അഡ്ജസ്റ്ററാണ്. നമുക്ക് നീഡിലിൻ്റെ ലെങ്ത്ത്, അതായത് നമ്മുടെ സ്കിന്നിലോട്ട് എത്ര താഴ്ചയിലാണ് ഈ സൂചി ഇറങ്ങേണ്ടതെന്നുള്ളതിൻ്റെ അഡ്ജസ്റ്ററാണിത്. അപ്പം ഞാനിത് ഫുള്ളാണ് വെക്കുന്നത്. ഫുള്ളാകുമ്പം പെട്ടെന്ന് ബ്ലഡ് കൂടുതൽ വരും. അപ്പം നല്ലപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനുശേഷം ഇതിൻ്റെ പുറകുവശം നമ്മളിത് വലിച്ച് പ്രസ് ചെയ്ത് വിടുമ്പം നമുക്കിവിടെ ഒരു റെഡ് മാർക്കിങ് കാണാം. കണ്ടോ? അപ്പം റെഡ് മാർക്കിങ് വന്നതിന് ശേഷം ലാൻസെറ്റ് നമുക്ക് ഉപയോഗിക്കാൻ റെഡിയാണ്. അതിനുശേഷം നമ്മുടെ വിരലിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കിവിടെ, ഞാൻ ഈ വിരലിലാണ് കൊടുക്കുന്നത്, ഈ വിരലിൽ നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. പ്രസ് ചെയ്ത് കൊടുത്ത് കയ്യെ പിടിച്ചങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് വരും. അതിനുശേഷം മെഷീൻ ഇപ്പം ഓണായിരിക്കുവാണ്. അവിടെ ആ സ്പോട്ടിനകത്തോട്ട് നമുക്ക് ബ്ലഡ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടോ? എൻ്റെ ബ്ലഡിൻ്റെ അളവാണ് ഇപ്പം ഇത് 239. എത്രമാത്രം അക്യൂറസി ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഓൾറെഡി ഞാനൊരു ഷുഗർ പേഷ്യൻ്റാണ്. അപ്പം നിങ്ങൾക്കെല്ലാം ഷുഗർ പരിശോധിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. മറുപടി തരുന്നതായിരിക്കും. അപ്പം ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ബ്ലഡ് പരിശോധിക്കാൻ സ്വയം പരിശീലരാകുക. നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരിക. എല്ലാവരും ആരോഗ്യവാന്മാരായിട്ടിരിക്കുക. പ്രമേഹം നിയന്ത്രിക്കുക. നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആവശ്യമാണെങ്കിൽ നിങ്ങളിത് വാങ്ങിച്ച് സ്വയം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വയ്ക്കുക. അപ്പം ഞാനിടുന്ന പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പുതിയ വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.